തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ CPM സംസ്ഥാന സമിതിയുടെ പ്രാഥമിക വിലയിരുത്തലിൽ പാർട്ടിക്ക് വലിയ ആശങ്കയാണ് നൽകുന്നത്. ഏകദേശം 50ലേറെ നിയമസഭാ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി കുത്തനെ ഏകീകരിക്കപ്പെട്ടുവെന്നാണ് പാർട്ടിയുടെ ആഭ്യന്തര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മലബാർ മേഖലയിലാണ് ഏറ്റവും വലിയ വിള്ളൽ CPM കാണുന്നത്. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളായ കൊടുവള്ളി, താനൂർ, തിരൂർ, മഞ്ചേശ്വരം, കാസർഗോഡ്, കോഴിക്കോട് സൗത്ത് തുടങ്ങിയ ഇടങ്ങളിൽ വോട്ടുകൾ വലിയ തോതിൽ UDFിലേക്ക് കേന്ദ്രീകരിക്കാൻ സാധ്യതയുള്ളതായി ഇടതുപക്ഷം കരുതുന്നു. LDFന്റെ ഉറച്ച കോട്ടകളായ പൊന്നാനി, താനൂർ മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ ഇടിവ് സംഭവിക്കുമെന്നാണ് വിലയിരുത്തൽ. മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും ക്രൈസ്തവ ന്യൂനപക്ഷ മണ്ഡലങ്ങളിലും സമാനമായ ഏകീകരണം നടന്നതായി പാർട്ടി കരുതുന്നു. സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗത മികവും ബന്ധങ്ങളും ഫലപ്രദമായ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇതിനെ മറികടക്കാൻ കഴിയുകയെന്നും CPM വിലയിരുത്തുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ UDFിലേക്ക് അടുത്തുവെന്ന എക്സിറ്റ് പോൾ ഫലവുമായി യോജിക്കുന്ന വിലയിരുത്തലാണ് ഇത്. അതേസമയം ഭൂരിപക്ഷ സമുദായ വോട്ടുകളിൽ CPMന് അനുകൂലമായി നിലപാട് തുടരുമെന്നും CPM കണക്കുകൂട്ടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ CPM ഭയപ്പെടുന്നത് ന്യൂനപക്ഷ ഏകീകരണത്തെയല്ല, മറിച്ച് തങ്ങളുടെ പരമ്പരാഗത വോട്ടർമാർ പോലും മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന സത്യത്തെയാണ്. യഥാർത്ഥത്തിൽ ഇത് കേവലം ഒരു വിഭാഗത്തിന്റെ മാത്രം ഏകീകരണമല്ല, മറിച്ച് കേരളത്തിൽ നിലനിൽക്കുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണ്. അതേസമയം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത് തുടർഭരണത്തിന്റെ ശക്തമായ സൂചനകളെന്നാണ് LDF വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും മുഖ്യമന്ത്രിയാകാൻ കൂടുതൽ യോഗ്യൻ പിണറായി വിജയനാണെന്നുമുള്ള ഫലങ്ങളിലാണ് CPM പ്രതീക്ഷ. സുരക്ഷിത സീറ്റുമായി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് ഈ ഘട്ടത്തിലും നേതാക്കൾ ആവർത്തിക്കുന്നത്. പുറത്തുവന്ന സർവേകളെല്ലാം പറയുന്നത് നേരിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുമെന്നാണ്. അതുതന്നെയാണ് ഇടത് പ്രതീക്ഷയെന്നുമാണ് നേതാക്കൾ പറയുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരമില്ല, മുഖ്യമന്ത്രി ആരാകണമെന്ന ചോദ്യത്തിന് ഏറെ ആളുകളും പറയുന്നത് പിണറായി വിജയന്റെ പേരാണ്. ഒരാശങ്കയും ഇല്ലെന്ന് മാത്രമല്ല, ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയാണ് സർവേ എന്നാണ് പൊതുവിലയിരുത്തൽ. പക്ഷേ അപ്പോഴും ഒരു എക്സിറ്റ് പോളും ഭരണ തുടർച്ച പ്രവചിക്കാത്തത് ഇടതുപക്ഷത്തിന്റെ നെഞ്ചിടിപ്പേറ്റുന്നു. ഭരണ തുടർച്ച എന്ന ചരിത്രപരമായ നേട്ടം ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇടതുപക്ഷത്തിന് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വലിയ തിരിച്ചടിയാണ് നൽകിയത്. വികസന നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളും വോട്ടർമാർ പരിഗണിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ മറ്റൊരു ദിശയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിടുമെന്ന് വ്യക്തമാക്കുമ്പോൾ അത് പാർട്ടി നേതൃത്വത്തിനിടയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അതോ രാഷ്ട്രീയമായ മറ്റ് ഘടകങ്ങൾ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഗൗരവകരമായ ആലോചനകൾ നടക്കുന്നുണ്ട്. എങ്കിലും ഗ്രൗണ്ട് റിയാലിറ്റി തങ്ങൾക്ക് അനുകൂലമാണെന്ന നിലപാടിലാണ് ഇപ്പോഴും പല നേതാക്കളും ഉറച്ചു നിൽക്കുന്നത്.